നമ്മൾ ഇന്നൊരു ടൂറ് പോകാൻ പോവുക. ഇന്ന് ക്രൂവിന് ഫ്രീ ആയിട്ട് ഒരു ടൂറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിന്ന് പുറത്ത് പോവുക. ഒരു ബസ്സിലാണ് ടൂറൊക്കെ, മറ്റേ ഈ ഓപ്പൺ ബസ്സിൽ മേളിലിങ്ങനെ തുറന്നൊക്കെ ഇരിക്കും, നമുക്ക് വ്യൂ ഒക്കെ കാണാൻ പറ്റിയേ. അങ്ങനെ ഗ്യാങ് വേ കൂടെ ഒക്കെ പുറത്തിറങ്ങി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഷിപ്പ് കണ്ടോ. ഈ ബസ് കണ്ടോ, ഇങ്ങനെ ഈ മേൾ ഓപ്പൺ ആയിരിക്കും ആ ബസ്സിൻ്റെ. അപ്പോൾ അതുവഴി ഓൾഡനിലെ ഫുള്ള് കാഴ്ച. 1 മണിക്കൂറിൻ്റെ റൈഡാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ അവിടെ നിന്നു, ആൾക്കാരൊക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ വണ്ടിയിൽ കയറി. 2ാമത്തെ സീറ്റാട്ടോ എനിക്ക് കിട്ടിയത്. ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇരിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ വണ്ടി സ്റ്റാർട്ടാക്കി തുടങ്ങാൻ പോവുക. കണ്ടോ, കപ്പലിൻ്റെ അതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുവഴി ഇങ്ങനെ പോയി കറങ്ങി ഇതുവഴി തന്നെ വരുന്നത് കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. 2 സ്പോട്ടുണ്ട്. ഒന്ന് ഒരു വെള്ളച്ചാട്ടമാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലേഷ്യർ കാണാനായിട്ടാണ് പോകുന്നത് നേരെ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഒരു രക്ഷയില്ല. കിടിലൻ സെറ്റപ്പ്, കിടിലൻ വീടുകൾ സൈഡിൽ കണ്ടു. സൈഡിൽ അടിപൊളി വ്യൂ അല്ലേ. ഇങ്ങനെയാണ് പോയിട്ട് വരുന്ന അത്രയും സ്ഥലം മൊത്തം. 2 സൈഡിലും ഇങ്ങനെ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഗോൾഡൻ ഭയങ്കര പ്രകൃതി രമണീയമായ സെറ്റപ്പാണ് ഫുള്ള്. അങ്ങനെ ഞങ്ങളിത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുക. അപ്പുറം ഇപ്പുറം അടിപൊളിയാണ് കാണാനായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ. കണ്ടോ, ഇതാണ് ഇപ്പുറത്തെ സൈഡിലത്തെ വ്യൂ ആ പാലത്തിൻ്റെ. പിന്നെ ഇങ്ങനെ വണ്ടിയെ കയറി തിരിച്ച് പോകുന്ന കുറച്ച് ആട്ടുകുട്ടികളൊക്കെ കണ്ടു. നമ്മുടെ നാട്ടിലെ ആട്ടുകുട്ടികളല്ല, വേറെ തരം ആട്ടുകുട്ടികൾ. ഏതാണ്ട് സൈഡിലിങ്ങനെ മഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഫുള്ള്. ഇവിടെ സെപ്റ്റംബറിലാകുമ്പോൾ ഈ മഞ്ഞ് മൊത്തം അലിഞ്ഞ് സെറ്റാകും. അതിന് മുന്നേ വന്ന നമ്മുടെ ഡിസംബർ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഫുള്ള് മഞ്ഞായിരിക്കും. ഇവിടെ ആൾക്കാർ താമസിക്കത്തൊന്നുമില്ല. പകുതി ആൾക്കാരൊക്കെ ഇവിടുന്ന് വിട്ട് വേറെ രാജ്യങ്ങളിൽ ടൂറൊക്കെ അടിക്കാൻ പോകും. ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, അത്രയും തണുപ്പാണ് ഇവിടെ. അപ്പം നമ്മുടെ ഷിപ്പൊന്നും ഇങ്ങോട്ട് വരത്തില്ല. ഈ മഞ്ഞ് മൊത്തം കുറച്ചൊക്കെ ഉണങ്ങി സെറ്റായി കഴിയുമ്പോൾ മാത്രമേ ഞങ്ങളുടെ കപ്പലൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങത്തുള്ളൂ. ഈ ടൂറിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാം, ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ബസ്സായിട്ടിരുന്ന് സൈഡിലിരുന്ന് ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നല്ല രസമാണ്. ഇങ്ങനെ 2 സൈഡിലെ മേളൊക്കെ ഓപ്പണാണ്. അപ്പോൾ ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ അടിച്ച് നല്ല രസമായി വണ്ടി. അങ്ങ് കണ്ടോ, അങ്ങൊരു മഞ്ഞ് കണ്ടോ, ആ മഞ്ഞിൻ്റെ അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഇവർ പറയുന്നത് എന്താണെന്നറിയോ, ഇവിടെ ഷിപ്പ് ഇങ്ങനെ ഇതിൻ്റെ ടെർമിനലിൽ പോർട്ട് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഇവിടെ കുറച്ചുകൂടെ വികസനം അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആയതെന്ന്. കുറച്ചുകൂടെ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ കുറേ ടൂറിസത്തിൻ്റെ കുറേ ഇത് കിട്ടി അവർക്ക്. ക്രൂയിസ് ഷിപ്പൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ്. ഞങ്ങളുടെ അത്രയും വലിയ ഷിപ്പ് വരണമെങ്കിൽ എന്ത് വലിയ പോർട്ടായിരിക്കുമല്ലേ ഇവരുടെ. കുറച്ച് നാളും കൂടെ ഉള്ളൂ ഇനി ഈ നോർവേ ക്രൂയിസൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നോർവേ ക്രൂയിസൊക്കെ അങ്ങ് തീരുക. പിന്നെ ഫുള്ള് യൂറോപ്പാണ്. അപ്പോൾ അവസാനത്തെ സമയങ്ങളിൽ നമ്മളിങ്ങനെ എല്ലാ പോർട്ടിലും ഇറങ്ങി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടു. ഇവിടെ കണ്ടോ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. മറ്റേ ക്യാരവാൻ പോലത്തെ സെറ്റപ്പിലൊക്കെയാണ്. കുറേ പേരുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനത്തെ സ്ഥലത്തെത്തിയേക്കുക. ഗ്ലേഷ്യർ കാണാൻ വന്നേക്കുക. ഇങ്ങനെ ആൾക്കാരെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ തിരക്കില്ല. തേമേൽ കണ്ട ഇങ്ങനെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത്. കണ്ടോ, ഇങ്ങനെ ഇറങ്ങി
ഒരു സൈഡിൽ കൊണ്ടാണ് ബസ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, കിടിലം വ്യൂ അല്ലേ. നിങ്ങൾക്ക് ഫോണിൽ കൂടെ എത്ര നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ സെറ്റപ്പാണ് കേട്ടോ സാധനം. കുറച്ചുകൂടെ അടുത്തോട്ട് പോയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. കണ്ടോ, സൈഡൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ സെറ്റപ്പ് വേറെ എന്നാന്നറിയാം, ഇമ്മര് ഈ കല്ലും കൊണ്ടുള്ള സാധനമില്ല കണ്ടോ, ഇങ്ങനെ കല്ലും കൊണ്ട് ഇങ്ങനെ 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 ഉണ്ടാക്കി വെക്കത്തില്ല. ഇത് സീൻ സാധനമല്ല, ഒരു വലിയ പാറക്കല്ലിൻ്റെ ഇത് നൈസാണ് കേട്ടോ. സൈഡിലത്തെ വ്യൂ ഒക്കെ കണ്ടോ, ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ സ്ഥലത്ത് കണ്ടോ, ഇവിടെയാണ് ഇങ്ങനെ നേരെ നോക്കിയത് ഗ്ലേസിയർ അങ്ങേറ്റ്. രണ്ട് സൈഡിലും കിട്ടില്ല വ്യൂ. ഇത് കണ്ടോ, ഇത് വേറെ സാധനം, ഇത് കിടിലം പോലത്തെ സാധനമല്ലേ. കണ്ടോ, കല്ല് വെച്ചേക്കുന്നുണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ ഗ്ലേസിയറിലോട്ട് നേരെ കൊള്ള. ഏതായാലും ഇങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിലോട്ട് കയറാൻ പോവാം. അങ്ങനെ അതും കണ്ട് തിരിച്ച് ബസ്സിൽ കയറി. ബസ്സിൽ കയറിയിട്ട് ബസ് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് എടുത്തതാണ്. അതെല്ലാവരും കയറിയിട്ട് എന്താ എടുക്കുക ഞാൻ പിന്നെ അവിടുന്ന് പതുക്കെ ബസ് എടുത്തു. തിരിച്ച് നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ വന്ന സൈഡിലത്തെ കാഴ്ചകളൊക്കെ പിന്നെ ഇതാണ് കേട്ടോ, മാട്ടിയിട്ട് ചീന. പിന്നെ കണ്ടോ, നേരത്തെ പറഞ്ഞില്ലേ ക്യാരവാനും കാര്യങ്ങളൊക്കെ കണ്ടോ സൈഡിൽ കിടക്കണം. എത്രമാത്രം ആൾക്കാരാണെന്നറിയോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്യാരവാനൊക്കെ ആയിട്ട് വന്ന് കണ്ടോ കിടക്കുന്നത്. ഒരാളുടെ ബർത്ത്ഡേ ഒക്കെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു പറയും. അവരുടെ ബർത്ത്ഡേ ആയിരുന്നെന്ന് തോന്നുന്നു. ഞാനൊരു പാട്ട് പാടി കൊടുത്തു. നാട്ടിയേട്ടൻ്റെ ദൃശ്യങ്ങളാണ് മൊത്തം. പിന്നെ അവിടുന്ന് സൈഡിലത്തെ വ്യൂ ഞാൻ പറഞ്ഞില്ലേ, ഒരു രക്ഷയില്ല. അവിടുന്ന് ഇങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ടേക്കും, എന്താണെന്നറിയത്തില്ല. വേറൊരു ബസ്സിനെ കയറിപ്പോകാനായിട്ട്. കണ്ടോ, ഇതാണ് നമ്മൾ നേരത്തെ നിർത്തിയ സ്ഥലം. ആ വെള്ളച്ചാട്ടമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആദ്യമേ നമ്മളെ കാണിച്ചില്ലേ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ പാലം കണ്ടോ, അത് അവിടുന്ന് നമ്മളിങ്ങനെ നേരെ പതുക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയത്തില്ല, അങ്ങ് ദൂരെ ഒരു വെള്ള സാധനം കിടക്കുന്നുണ്ടോ, അതാണ് ഷിപ്പ്. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ എങ്ങോട്ട് പോകാൻ. കണ്ടോ, അപ്പോൾ കാണാതിരിക്കും, അങ്ങ് കിടക്കുന്നുണ്ട്, ഒരു വലിയ ബിൽഡിങ് കിടക്കുന്നവരെ കിടക്കുന്നില്ലേ, അതാണ് ഷിപ്പ്. ഞാൻ പണിയെടുക്കുന്ന എൻ്റെ ഷിപ്പ്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ഡെക്ക് 7 നോക്കുമ്പോൾ ഉള്ള വ്യൂ കണ്ടോ. ആ പുറകിലുള്ളതാണ് ഞങ്ങൾ ഡെക്ക് 7 പോയി ഓപ്പൺ ഡെക്കിൽ പോയി കാണുന്ന വ്യൂ കണ്ടോ. അതാ അങ്ങനെ തിരിച്ച് ഷിപ്പിൻ്റെ അവിടെ എത്തി. എന്ത് വലുപ്പമല്ലേ. അങ്ങനെ ആ ടൂറ് പൂർത്തിയായി. കണ്ടോ, കൊണ്ടുപോയിടത്തോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവിട്ടു, ഷിപ്പിൻ്റെ വാതിക്കെ തന്നെ. അതാണ് ഗ്യാങ് വേണ്ടോ, ഒരു 2 സെക്യൂരിറ്റികൾ നിൽക്കുന്നുണ്ട്, അതാണ് ഗ്യാങ്. അതുവഴിയാണ് നമ്മൾ പോർട്ടിൽ നിന്ന് ഷിപ്പിൻ്റെ അകത്തോട്ട് കയറുന്നത്. അങ്ങനെ ഓൾഡനോട് യാത്ര പറഞ്ഞ് തിരിച്ച് ഷിപ്പിലേക്ക്.